നേരത്തിലേക്ക് കയറി ചെല്ലുന്നത് നടനായിട്ടാണോ അതോ സുഹൃത്തായിട്ടാണോ? നേരത്തിലേക്ക് നടനായിട്ടാണ്. നടനായിട്ടാണ്. സുഹൃത്തായിട്ട് ഓൾറെഡി ആണല്ലോ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ അൽത്താഫിൻ്റെ ഒരു ഷോർട്ട് ഫിലിം, അൽത്താഫ് ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിം, ആദ്യം ചെയ്യാനായിട്ടൊരു ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ട് അത് പാളി, പരിപാടി നടന്നില്ല. ഒരു ദിവസം 2 ദിവസം ഷൂട്ട് ചെയ്തിട്ട് അൽത്താഫ് ശരിയാവില്ല എന്നുണ്ട്. അൽത്താഫിൻ്റെ ഫ്രണ്ടായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആള് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ 2 ദിവസം ഷൂട്ടൊക്കെ ചെയ്തിട്ട് ഇച്ചിരി പാളിയിട്ട് വേണ്ട വേറെ സബ്ജക്റ്റ് ആലോചിക്കാന്നൊക്കെ പറഞ്ഞ് പിന്നെ വേറൊരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തു, ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ട്. ഞാനാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അത് അഭിനയിച്ചു കഴിഞ്ഞ് ആ സിനിമ ഇതുപോലെ ഷോർട്ട് ഫിലിം അൽഫോൺസിനൊക്കെ കാണിച്ചു. അൽഫോൺസ് അപ്പോൾ ആ സമയത്ത് കുറേ ഷോർട്ട് ഫിലിംസ് ഞാൻ അഭിനയിക്കുന്നുണ്ട്. അൽഫോൺസ് ചെന്നൈയിൽ നിന്ന് വിളിച്ചു ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട്. നന്നായിട്ടുണ്ട്, ഇംപ്രൂവൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, പെർഫോമൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അന്ന് അഭിപ്രായം വന്നു. അപ്പോൾ നമുക്ക് ചെയ്തതിനൊരു റെക്കഗ്നിഷൻ കിട്ടാണല്ലോ, റിവാർഡും കിട്ടണം, റെക്കഗ്നിഷൻ കിട്ടണം. അപ്പോൾ നമുക്കിത് ചെയ്യാം, ഓക്കെ മുമ്പോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനം കൂടിയാണല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ഓഡിഷൻ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഫെഡറൽ ബാങ്കിൽ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു പാർട്ട് ടൈം ജോബായിട്ട്. ആലുവ ഫെഡറൽ ബാങ്കിൽ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമൊക്കെ നമുക്ക് ഇതിലേക്ക് അടിച്ചു കയറണം, സിസ്റ്റത്തിലേക്ക് അടിച്ചു കയറ്റുന്ന പരിപാടി. അപ്പോൾ ഗോബൂസിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അവിടെ ഉണ്ടാവും. ഞാൻ കുറച്ച് അക്കൗണ്ട് ഇത്ര ടാർഗറ്റ് ഉണ്ട്, എത്ര ഫോംസ് അടിച്ച് കയറണം ഒരു ദിവസം ഉണ്ട്, കുറച്ച് അടിച്ച് കയറ്റി അതേത്തേക്കും ബ്രേക്ക് എടുക്കണം, നേരെ പോയി ഒരു ചായയും സിഗരറ്റും വലിച്ച് അവിടെ അമ്മമാരുടെ കത്തിയൊക്കെ അടിച്ച് പിന്നെ വന്നിരുന്ന് ഓക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വണ്ടി കാശും അങ്ങനത്തെ ചിലവിനുള്ള കാശൊക്കെ കിട്ടുമായിരുന്നു. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ്, ഇപ്പോൾ ജോബൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് അൽഫോൺസിൻ്റെ നേരം ഓണാവുന്നത്. അങ്ങനെയാണ് അവൻ വിളിച്ചിട്ട് പറയുന്നത് നേരെ ചെന്നൈക്ക് പറയുന്നുള്ള രീതിയിൽ പറയുന്നത്. അങ്ങനെ ഞാൻ ആ ജോബ് ഉപേക്ഷിച്ച് നേരെ ചെന്നൈയിലേക്ക് പോയി അന്ന് അസിസ്റ്റും ചെയ്തു. അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് അസിസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അന്ന് നേരത്തിലും അസിസ്റ്റ് ചെയ്തു. അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം മലർവാടി ആർട്സ് ക്ലബ്ബ് ചെയ്യുന്ന സമയത്ത് ഈ 11 കശ്മലം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ദിവസത്തെ ഷൂട്ട്, അതും പിന്നെ എൻ്റെ സീൻ വന്നേക്കുന്ന ഷൂട്ട് 2 ദിവസം എനിക്ക് ഈ ഒരു സിനിമ സെറ്റിലുള്ള എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഷോർട്ട് ഫിലിംസും അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ 2 ദിവസത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സിനിമ സെറ്റ് ഞാൻ കണ്ടിട്ടില്ല. നേരത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഇത്ര ദിവസം എനിക്ക് 71 ഡേയ്സ് കണ്ടാണ് എടുത്തതെന്നാണ്. അത്രയും ദിവസം സിനിമ സെറ്റിൽ ഫുള്ളോണ് നമ്മൾ തന്നെയാണ് എല്ലാ പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് എല്ലാ പരിപാടികളും, ഇപ്പോൾ എല്ലാവരും ഉണ്ട്, കിച്ചുണ്ട്, ശബരിയുണ്ട്, ഷർഫൊന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷർഫ് പോയി വരും, അങ്ങനത്തെ പരിപാടികളായിരുന്നു. കണ്ടിന്യൂറ്റി നോക്കിക്കൊണ്ടിരുന്നത്. ചാർട്ടിങ്ങിൻ്റെ പരിപാടികളുണ്ടായിരുന്നു. പിന്നെ ഡയലോഗ്സ് എന്തെങ്കിലും മാറ്റം അങ്ങനത്തെ പരിപാടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനാണ് എഴുതി കൊടുക്കുന്നത്. എൻ്റെ കൈയക്ഷരം മലയാളം നല്ല ഉരുട്ടി എഴുതാൻ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനാണ് എഴുതി കൊടുക്കുക. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിവിൻ്റെ അതിനകത്ത് മാത്യു എന്ന് പറയുന്ന ക്യാരക്ടർ മറ്റേ സ്വെറ്റൊക്കെ ഉണ്ടാവും പുറത്ത്, ഇതൊക്കെ പക്ക സ്റ്റില്ലൊക്കെ എടുത്ത് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് അങ്ങനെ കറക്റ്റ് കണ്ടിന്യൂറ്റി ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമയിലേക്ക് വന്നപ്പോൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ഒരുപാട് ഹെൽപ്പായിട്ടുണ്ട്. കാരണം അത്രയും ആ സെറ്റിൽ നിന്ന് എക്സ്പീരിയൻസ് ആയില്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും പരിപാടികളും മുമ്പിലെ ആൾക്കാരൊന്ന് പെർഫോം ചെയ്യുന്ന അതിൽ മനോജ് ചേട്ടനുണ്ട്, ഷമ്മിച്ചേട്ടനുണ്ട്. ഷമ്മിച്ചേട്ടനൊക്കെ പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നത് ഞാനാണ്. എനിക്കിപ്പോഴും ഉണ്ടായിരുന്നു. നമ്മുടെ തമിഴല്ല കേട്ടോ, മലയാളം പോലീസ് സ്റ്റേഷനിലെ സീനും കാര്യങ്ങളൊക്കെ. അപ്പോൾ പ്രോംപ്റ്റിംഗ് ഒക്കെ ഞാൻ അതിൽ നിന്നാണ് പഠിക്കുന്നത്. പുള്ളിയൊക്കെ പറയുന്നുണ്ട് എനിക്ക് നേരത്തെ ഇട്ട് തരണം. അപ്പം ഞാനിങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണല്ലോ പ്രോംപ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷമിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയടാ മോനെ എന്നിട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പുള്ളിയും പിക്ക് ചെയ്യും. അങ്ങനെയാണ് അത് ഞാനും പഠിച്ചു അപ്പോൾ പ്രോംപ്റ്റിംഗ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനാണ് എനിക്ക് തോന്നുന്നു അന്ന് ആനന്ദിൻ്റെ ക്യാമറ ചെയ്യുന്നത്, അതുപോലെ തന്നെ വിശ്വജിത്തുണ്ട് അതിനകത്ത് സ്കൂട്ടറൊക്കെ ഓടിച്ചത് ഞാനാണ്. ക്യാമറ ബാക്കിൽ നിന്നിട്ട് ഇവരെ ചേസ് ചെയ്യുന്നുണ്ടല്ലോ, ഇവൻ്റെ ഓട്ടവും അങ്ങനത്തെ പരിപാടിയൊക്കെ. അപ്പോൾ അതിൽ ഞാനാണ് സ്കൂട്ടർ ഓടിച്ചതും. അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. ഓൾ ഇൻ ഓൾ എല്ലാവരും പല പരിപാടികളുണ്ടായിരുന്നു. നമ്മൾ പിന്നെ കമ്പനി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ
ആർട്ടിസ്റ്റുകൾ വരാൻ ഡിലേ കഴിഞ്ഞാൽ അപ്പം തന്നെ കൊടുക്ക കോസ്റ്റ്യൂം എന്ന് പറയും. അന്ന് ശബരി ഉണ്ട് കേട്ടോ. ശബരി ഇപ്പം എൻ്റെ തമിഴിലെ ക്യാരക്ടർ ചെയ്തത് ശബരിയാണ്. അപ്പോൾ ശബരി അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫുൾ ഓൺ കൂടെ ഉണ്ട്. അഭിനയിക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സീൻസ് ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ അന്ന് ഞങ്ങൾക്ക് ഫ്രീയാണ്, ഞങ്ങൾക്ക് ഹോളിഡേ. ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അന്ന് അഭിനയിക്കാനുള്ളതുകൊണ്ട് ഹോളിഡേ, അസിസ്റ്റ് ചെയ്യണ്ട. പക്ഷെ അന്നാലും നമ്മൾ ഫുൾ ഓൺ അവിടെ ഉണ്ടാവും. പക്ഷേ നല്ല രസമായിരുന്നു. ഞങ്ങളെല്ലാവരും തന്നെ റോള ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു വടപളനി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ എല്ലാവരും ഒരുമിച്ച് നിന്ന് അങ്ങനെ ഉണ്ടാക്കിയ സിനിമയാണ് നേരം. അവൻ ബൈലിംഗിലും കൂടിയാണ്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു അന്നത്തെ കാലഘട്ടം. നമ്മൾ നേരത്തെ ചെന്ന്, ഞാൻ അസിസ്റ്റൻറ്റും കൂടി ആയതുകൊണ്ട് നേരത്തെ ചെന്ന് നിൽക്കണം. ആ ടൈമിൽ കത്രി വെയിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിലുള്ള ടൈം, ഒട്ടുക്കത്ത വെയിലാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ കണ്ണുപോലെ നോക്കുന്നത് ഇങ്ങനെ ചൈനക്കാരുടെ പോലെ ഇങ്ങനെ കണ്ണിങ്ങനെ ഇരിക്കുള്ളൂ. അങ്ങനത്തെ അവസ്ഥയൊക്കെ ആയിരുന്നു. പക്ഷേ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുള്ള ഇതായിരുന്നു. പ്രേമത്തിൻ്റെ ടൈമിലുണ്ടായിരുന്നു, ഫുള്ളുണ്ടായിരുന്നു. അല്ല അന്നിൽ അസിസ്റ്റ് ചെയ്തില്ല. ഈ ജോജി ശരിക്കും ആ സീനിൽ ഒരു മട്ടൻ ബിരിയാണിയും ഒരു ചിക്കൻ ഫ്രൈയും കഴിക്കുന്നുണ്ടോ? കഴിച്ചിട്ടുണ്ട്. പക്ഷെ പറഞ്ഞ് കഴിച്ചിട്ടുണ്ട്, ഫുള്ള് കഴിച്ചിട്ടൊന്നുമില്ല. റീടേക്കും ഇതൊക്കെ പോവില്ലേ, ഫുള്ളൊന്നും കഴിച്ചില്ല. പുള്ളി അല്ല കുറെ കഴിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. കഴിച്ചിട്ടുണ്ടാവും. അതൊരു വല്ലാത്ത, എനിക്ക് പ്രേമത്തെയൊക്കെ വെച്ച് നോക്കുമ്പോഴേ കുറേയും കൂടി റിസ്ക് കൂടുതൽ എന്നാൽ എല്ലാം കറക്റ്റ് ടാലന്റും ഒത്തുചേർന്നൊരു സിനിമയും കൂടെ ആയിട്ട് നേരത്തെ തോന്നിയിട്ടുണ്ട്. കാരണം ഡാർക്ക് ഹ്യൂമർ പരിപാടി ഇവിടെ മലയാളത്തിൽ അങ്ങനെ വന്നിട്ടുമില്ല. വർക്കൗട്ടാണ് വന്നിട്ടില്ല. അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതാണ് വർക്കായത്. കാരണം അവിടെ ഭയങ്കര സീരിയസ് ആയിട്ട് സ്ക്രീനിൽ നടക്കുന്ന കാര്യം ഭയങ്കര സീരിയസ് ആയിട്ട് നടക്കുന്നത്. അപ്പോൾ കാണുന്ന പ്രേക്ഷകന് ഭയങ്കര ചിരി വരുന്ന പരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സിനിമ ഇപ്പോൾ ടി വി കാണുമ്പോഴേ, അതായത് സിജു വിൽസൺ അതിലൊരു ചെറിയ വേഷം ചെയ്തിരുന്ന ആൾ ഇന്ന് ആക്ഷൻ സ്റ്റാറായി മാറിയിരിക്കുന്നു. ജോജു ജോർജ് വലിയൊരു പെർഫോമിംഗ് ആർട്ടിസ്റ്റായിട്ട് മാറി. ബോബി സിംഹ നാഷണൽ അവാർഡ് വിന്നിംഗ് ആക്ടറായിട്ട് മാറി. അൽഫോൺസ് പുത്രൻ എല്ലാ അർത്ഥത്തിലും മലയാള സിനിമയുടെ ഒരു ഗെയിം ചേഞ്ചറായി. അഭിനയിച്ച് സോഡാ ബാബു കഴിഞ്ഞ ദിവസം കണ്ടിട്ട് നല്ല രീതിയിൽ വിളിച്ച ആളെ വിളിച്ചില്ല. കട്ടൂർ 2015 പ്രേമം റിലീസാവുന്നു. നിങ്ങളുടെ നല്ല നേരത്തിന്റെ ഏറ്റവും എക്സ്ട്രീം. ചെന്നൈയിൽ ഒരു പടം 250 ദിവസം കളിക്കുക, കട്ടത്താടി കേരളം മൊത്തം ട്രെൻഡ് ആവുക, കറുത്ത ഷർട്ടും വെള്ളമുണ്ടും ട്രെൻഡ് ആവുക, റെഡ് വെൽവെറ്റ് കേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എത്ര ട്രെൻഡുകൾ, എത്ര റെഫറൻസുകൾ, മലർന്നുള്ള പാട്ട് കേരളം മൊത്തം. അതായത് ആ സോങ്ങിന് അന്ന് ഏറ്റവും രസം വെച്ചാൽ അതിൻ്റെ ഒരു വീഡിയോ റിലീസ് ചെയ്തിട്ടില്ല. കുട്ടികൾ ഫോൺ വെച്ച് തിയേറ്ററിൽ നിന്ന് അത് റെക്കോർഡ് ചെയ്തിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുക്കുക. അങ്ങനെ ഒരു ഇൻസെയിൻ ട്രെൻഡ്. സത്യം പറഞ്ഞാൽ ഒരു പടം വിജയിക്കും, പക്ഷെ ഒരു പടം മൊത്തം യുവാക്കളെ ഏറ്റെടുത്തൊരു സിനിമ അതിനുശേഷം അത്രയും ഇമ്പാക്റ്റിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് ലാസ്റ്റ് ഈ പറയുന്ന പോലെ ഒരു ടിക്കറ്റൊക്കെ വെച്ചിട്ടുള്ളൊരു സ്ക്രീനിങ് പരിപാടി വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് തിയേറ്ററിലേക്ക് ഓടി കയറുന്നതും അങ്ങനത്തെ കുറേ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാ ആ ഒരു പ്രേമം ഇറങ്ങി ഒരു മാസം നിങ്ങൾ ജീവിച്ചത്? ആ ഒരു സന്തോഷത്തിന്റെ അറ്റം എങ്ങനെയായിരുന്നു? എനിക്കൊരു പ്രേമം ഇറങ്ങിയത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഊട്ടിയിലേക്ക് പോയി. അവിടുന്ന് അൽഫോൺസ് ഒന്ന് ചെന്നൈയിലാണ്. അപ്പോൾ അവൻ ചെന്നൈയിൽ നിന്ന് ഊട്ടിയിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെയാണ് എല്ലാവരും ഒരുമിച്ച് കൂടി ഇതെന്താ സംഭവിച്ചേ എന്നുള്ളൊരു പരിപാടിയായിരുന്നു. അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. കാരണം ഇത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതായത് ഭയങ്കര അടിയായിട്ടാണ് പഠിച്ചത്. നമ്മൾ അതായത് എല്ലാവർക്കും ഇഷ്ടമാവുന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നെങ്കിലും ഈ പറയുന്ന പോലെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു സാധനവും ചാർജൊക്കെ ഉണ്ട്. പക്ഷെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഹിറ്റാവും, പരിപാടി എല്ലാവർക്കും ഇഷ്ടമാവുന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷെ ഇത്രയും ഒരു വൈഡ് ഓഡിയൻസിലേക്ക്, അതായത് കേരളവും കടന്ന് തമിഴ്നാടും തെലുങ്കും കന്നഡ ഇവിടെ അല്ല, ഇപ്പം ഹിന്ദിയിലുള്ള ആൾക്കാർ, അതെ ഇത്രയും രീതിയിൽ ഈ സിനിമ എന്താ പറയുക ബോർഡർ കടന്ന് ഇത്രയും വലിയൊരു ഹിറ്റിലേക്ക് പോകുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ആദ്യമേ അൽഫോൺസിനെ കണ്ടിട്ടും എല്ലാവരും കൂടി എന്താ സംഭവിച്ചേ അങ്ങനെ ഭയങ്കര ഹാപ്പിയായിരുന്നു. പക്ഷേ കാരണം എല്ലാവരും മറ്റൊരു കിളിപോയ അവസ്ഥയായിരുന്നു. ഇതെന്താ സംഭവിച്ചെന്നുള്ളൊരു പിടുത്തം കിട്ടാത്തൊരു രീതിയായിരുന്നു. പക്ഷെ അത് അത്രയും പ്രേമത്തോടുകൂടി എടുത്ത സിനിമയായിരുന്നു. അതിൻ്റെ ഓരോ കാസ്റ്റും കാര്യങ്ങളും ഇതൊക്കെ അത്രത്തോളം വർക്കൗട്ട് ചെയ്ത് അത്രയും പ്രിപ്പറേഷൻ ചെയ്ത് എടുത്ത സിനിമയായിരുന്നു.